ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കിറ്റ് വിതരണം സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും കമന്റുകളിലൂടെ പറയുന്നു അവർക്കുള്ള ഭക്ഷ്യ സാധനങ്ങൾ എല്ലാം അതിലില്ല എന്നുള്ളത്. അപ്പം അതിനെന്താണ് വഴി എന്നാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ കിറ്റ് വിതരണം തുടങ്ങിയത് മുതൽ ഉള്ള ഒരു പ്രശ്നമാണ് ഈ പറയുന്നത്. അതായത് നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യ സാധനങ്ങളിൽ നിന്ന് പല സാധനങ്ങളും അതിൽ കാണാതെ പോകുന്നു. നമുക്ക് എല്ലാം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന് ഒരു വഴിയേ ഉള്ളൂ. അത് നമ്മൾ മുമ്പും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് കിറ്റ് കിട്ടുന്ന സമയത്ത് നമുക്കൊന്ന് തുറന്ന് പരിശോധിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. റേഷൻ കടയിൽ നിന്ന് തന്നെ ഓരോ സാധനങ്ങളും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇതിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ആദ്യം അറിയേണ്ടതുണ്ട്. എന്തെല്ലാം ഉണ്ട് എന്ന് നമ്മൾ ആദ്യം വ്യക്തമാക്കിയതാണ്. അപ്പം ആ സാധനങ്ങളെല്ലാം ഇതിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതിനുശേഷം നിങ്ങൾ ആ കിറ്റ് വാങ്ങുക. നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് തൂക്കി നോക്കുക. ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കുമ്പോൾ 4 കിലോക്ക് മുകളിൽ കിറ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിക്കണം. കാരണം അതിൽ എന്തെങ്കിലും കുറവുണ്ടാകും. 4 കിലോ ആണ് ഇതിന്റെ ഒരു ആവറേജ് തൂക്കം വരുന്നത്. അപ്പോൾ ഒരു 4 കിലോ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇതിന്റെ തൂക്കം ഇല്ലെങ്കിൽ നിങ്ങളുടെ കിറ്റിൽ ഏതെങ്കിലും ഐറ്റം കുറവുണ്ടാകും. നമുക്ക് ലഭിക്കുന്നത് 100 ഗ്രാം ചായപ്പൊടി, 100 ഗ്രാം കടുക് അല്ലെങ്കിൽ ഉലുവ, 1 കിലോ ഉപ്പ്, 1/2 കിലോ ഉഴുന്ന്, 250 ഗ്രാം തുവരപ്പരിപ്പ്, 1/2 ലിറ്റർ വെളിച്ചെണ്ണ, 1 കിലോ പഞ്ചസാര, 100 ഗ്രാം മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഈ കിറ്റിൽ ഉണ്ടാക്കുക. തുണിസഞ്ചി അടക്കം 10 ഐറ്റം സാധനങ്ങളാണ് ഉള്ളത്. ആ സാധനങ്ങളെല്ലാം കിറ്റിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. തുറന്നൊന്ന് പരിശോധിക്കുക. ഇത് മാത്രമാണ് നിങ്ങൾക്കുള്ള ഭക്ഷ്യവിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏക പോംവഴി എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പല ആളുകൾക്കും വെളിച്ചെണ്ണയാണ് നഷ്ടപ്പെടുന്നത്. ഏറ്റവും വില കൂടിയ ഐറ്റം വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം വെളിച്ചെണ്ണയാണ് കൂടുതൽ ആളുകൾക്കും നഷ്ടപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.